ഭഗവത്ഗീത ഇന്നലെ ഞാൻ പറഞ്ഞു നാകാരാന്ത സ്ത്രീലിംഗമാണ് ശബ്ദം. ഗീത എന്ന് പറയുന്നത് തന്നെ സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ പുരുഷനാണെങ്കിലും പുരുഷോത്തമനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാണി, അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ഉപദേശം അത് സ്ത്രീയാണ്, ശക്തിയാണ്. ഉപനിഷത്തുക്കളും ഉപനിഷത്തെന്ന ശബ്ദവും സ്ത്രീലിംഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉപദേശവാക്യം എന്ന അർത്ഥത്തിൽ ഗീതയ്ക്ക് ഉപനിഷത്തിൻ്റെ സ്ഥാനം കൊടുക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഗീത ഉപനിഷത്തല്ല. മാത്രവുമല്ല ഗീത ശ്രുതി കോടിയിൽപ്പെട്ടതുമല്ല, ഗീത സ്മൃതി കോടിയിൽപ്പെട്ടതാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദത്തെ സംബന്ധിച്ചത്, വേദത്തോട് ബന്ധപ്പെട്ടത്, വേദം എന്നാണ് അർത്ഥം. ശ്രുതമായത് വേദം. വേദത്തോട് ബന്ധപ്പെട്ടാണ് ഉപനിഷത്ത് നിൽക്കുന്നത്. വേദത്തിൻ്റേതാണ് ഉപനിഷത്ത്. വേദത്തിൻ്റെ താത്പര്യ നിർണയ ഭൂമികയാണ് ഉപനിഷത്ത്. ഗീതയാവട്ടെ സ്മൃതി കോടിയിൽ ഇതിഹാസത്തിൻ്റെ, മഹാഭാരതത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്, ഭീഷ്മപർവത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഗീത ഇതിഹാസത്തിൻ്റെ അഥവാ സ്മൃതികളുടെ കൂട്ടത്തിൽപ്പെടുമ്പോൾ, സ്മൃതി കോടിയിൽപ്പെടുമ്പോൾ ഉപനിഷത്തുക്കൾ ശ്രുതിയിലാണ് പെടുന്നത്. എന്നിട്ടും ഗീതയ്ക്ക് ശ്രുതിയുടെ സ്ഥാനം ലഭിക്കുകയാണ് ഗീതയ്ക്ക്. അതുകൊണ്ടാണ് ഗീത അവസാനിക്കുമ്പോൾ ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായ എന്ന് പറയുന്നത്. ഉപനിഷത്തുക്കളിലെ ബ്രഹ്മവിദ്യയാണിത്. അതുകൊണ്ട് ശ്രീമദ് ഗീതയെ ഉപനിഷത്തായിട്ടാണ് കാണുന്നത്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു, ഗീത എന്ന ഉപനിഷത്താണ് പറയുന്നത്. എന്താണ് ഉപനിഷത്തല്ലാതിരുന്നിട്ടും ഉപനിഷത്തിൻ്റെ സ്ഥാനം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഗീതയിലെ ചർച്ച മുഴുവൻ വൈദികമാണ്. ഗീതയിലെ ചർച്ച വേദത്തിൻ്റെ സാരമാണ്. ദാർശനിക തലത്തിൽ അത് വേദാന്തമാണ്. ദാർശനിക തലത്തിൽ അത് ഉപനിഷത്തിൻ്റെ കറകളഞ്ഞ സാരാംശമാണ്. അത് ഉപനിഷത്തിൻ്റെ, അതുകൊണ്ടാണല്ലോ സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന. ദോഗ്ധാവ് എന്ന് പറഞ്ഞാൽ പാല് കറക്കുന്നവൻ, കറവക്കാരനാണ്. ദുഗ്ധം ഗീതാമൃതം മഹത്. ഗോപാലനാകുന്ന ശ്രീകൃഷ്ണനാൽ കറക്കപ്പെടുന്ന ഈ പാലുണ്ടല്ലോ, ഇത് മഹത്തായ ഗീതാമൃതമാണ്. അമൃതത്വത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഉപനിഷത്ത് സമാനമാണ്. എല്ലാ പശുക്കളും ഉപനിഷത്തുക്കളാണ്. സർവോപനിഷദോ ഗാവോ. എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാണെങ്കിൽ, കറവക്കാരൻ സാക്ഷാൽ നാരായണൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനാണെങ്കിൽ, ആ പാലിൻ്റെ പേരാണ് ഗീത. അപ്പം എല്ലാ ഉപനിഷത്തുക്കളെയും പശുക്കളായി സങ്കല്പിച്ച് ആ പശുക്കളുടെ നറും പാലായി ഗീതയെ സങ്കല്പിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ട് ഗീതയ്ക്ക് ഉപനിഷത്തിൻ്റെ സ്ഥാനം ലഭിച്ചു? സ്മൃതി കോടിയിൽ ഇതിഹാസത്തിൻ്റെ ഭാഗമായി വന്നിട്ട് പോലും ഗീത എന്തുകൊണ്ട് ഉപനിഷത്തിനെ പോലെ മാനിക്കപ്പെടുന്നു എന്നുള്ള ഉത്തരവാണിത്. അതിൻ്റെ ചർച്ച വേദാന്തസാരമാണ്.